ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് ഓഫ് റിഡംഷനിൽ വരുന്ന ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. മൂന്നാമത്തെ മെത്തേഡ് ഓഫ് റിഡംഷൻ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് റിഡംഷൻ എന്തായിരുന്നു? റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പ്രോഫിറ്റ്. അതിൽ വരുന്ന ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എക്സ് ലിമിറ്റഡിന് 100 രൂപ ഫേസ് വാല്യൂ ഉള്ള 1000 റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ടായിരുന്നു ആ കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിന്റെ ഒരു ഭാഗമായിട്ട്. ഞാൻ ഈ ഷെയർസ് ഇപ്പൊ എന്തായി? ഡ്യൂ ഫോർ റിഡംഷൻ, റെഡീം ചെയ്യേണ്ട സമയമായി. വിച്ച് മീൻസ് ആർക്കൊക്കെയാണോ കമ്പനി 100 രൂപ ഫേസ് വാല്യൂ ഉള്ള 1000 പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് കമ്പനി ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ക്യാഷ് തിരിച്ചു കൊടുക്കേണ്ട സമയമായി. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് റീപേ ചെയ്യേണ്ട സമയമായി. ഓക്കെ, കമ്പനിയുടെ റിസർവ് ഫണ്ടിൽ 75,000 രൂപ കിടക്കുന്നുണ്ട്. കമ്പനി എന്ത് ഡിസൈഡ് ചെയ്തു? ഇതിൽ നിന്ന് 50,000 രൂപ എടുത്തിട്ട് എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക? റെഡീം ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. വിച്ച് മീൻസ് ഈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ റെഡീം ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ എന്ന് ഡിസൈഡ് ചെയ്തു. ബാലൻസ് എങ്ങനെ റെഡീം ചെയ്യാന്നാണ് ഡിസൈഡ് ചെയ്തത്? 20 രൂപ ഫേസ് വാല്യൂ ഉള്ള സഫിഷ്യന്റ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടും റെഡീം ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തു. ദാറ്റ് ഈസ് റെഡീം ചെയ്യേണ്ട പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 1000 × 100 എത്ര വരിക? 1,00,000 ആണ്. അതിൽ 50,000 പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് റെഡീം ചെയ്യാന്ന് ഡിസൈഡ് ചെയ്തു. ബാക്കി 50,000 20 രൂപ ഫേസ് വാല്യൂ ഉള്ള കുറച്ച് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് റെഡീം ചെയ്യാം എന്നും ഡിസൈഡ് ചെയ്തു. ഓക്കെ, നമ്മൾ ഇനി എന്ത് ചെയ്യണം? ജേർണൽ എൻട്രീസ് പാസ്സാക്കണം. എന്തൊക്കെയാണ് ജേർണൽ എൻട്രി വരിക? ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ്, നേരെ വർക്കിംഗ് നോട്ടിൽ പോവുക. അതായത് ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണ്? എത്രയാണ് നമ്മൾ റെഡീം ചെയ്യേണ്ട പ്രിഫറൻസ് ഷെയറിന്റെ വാല്യൂ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി റെഡീംഡ്. 100 രൂപ ഫേസ് വാല്യൂ ഉള്ള 1000 പ്രിഫറൻസ് ഷെയർ ആണ്. സോ 100 × 1000 ടോട്ടൽ നമ്മൾ റെഡീം ചെയ്യേണ്ട പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1,00,000 ഓക്കെ, ദെൻ പിന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് എന്താണ്? എത്രയാണ് പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ട് റെഡീം ചെയ്യുന്നത്? റിഡംഷൻ ഔട്ട് ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് 50,000. ദെൻ അതിന്റെ ബാലൻസ് ആണ്, അതായത് 1,00,000 നിന്ന് 50,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 50,000 ആണ് നമ്മൾ എങ്ങനെ റെഡീം ചെയ്യുന്നത്? പുതിയ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട്, അതായത് 20 രൂപ ഫേസ് വാല്യൂ ഉള്ള പുതിയ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഈ സ്റ്റെപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ജേർണൽ എൻട്രീസ് ഒക്കെ എഴുതുന്നതിന് മുന്നേ നമ്മൾ ഒരു കാര്യം കാൽക്കുലേറ്റ് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? എത്ര പുതിയ ഷെയർ ആണ്, എത്ര പുതിയ ഇക്വിറ്റി ഷെയർ ആണ് ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ അത് തന്നിട്ടില്ല. സോ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ടു ബി ഇഷ്യൂഡ് എന്നാണ് ടീച്ചർ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫേസ് വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ടു ബി റെഡീംഡ് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ. ഫ്രഷ് ഇഷ്യൂയിലൂടെ റെഡീം ചെയ്യുന്ന പ്രിഫറൻസ് ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാണ്? 50,000 ഡിവൈഡ് ബൈ ഫേസ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ടു ബി ഇഷ്യൂഡ്. നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന ഇക്വിറ്റി ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാണ്? 20. സോ 50,000 ഡിവൈഡ് ബൈ 20, 2,500 ഷെയർ അല്ലെ. 20 രൂപ ഫേസ് വാല്യൂ ഉള്ള 2,500 ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാലല്ലേ നമുക്ക് എത്ര കിട്ടുള്ളൂ? 50,000 കിട്ടത്തുള്ളൂ. അപ്പൊ ആദ്യം ഈ 2 സ്റ്റെപ്പ് ചെയ്യാം. ഇവിടെ പ്രത്യേകിച്ച് അഡീഷണൽ സ്റ്റെപ്പ് ഒന്നും വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പാറിനാണ്. പ്രീമിയത്തിനൊക്കെ ആകുമ്പോഴേ കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള സ്റ്റെപ്പ് വരുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ജേർണൽ എൻട്രീസ് നോക്കാം. ആദ്യത്തെ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റിൽ നിന്ന് 50,000 രൂപ റെഡീം ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എത്രയാണോ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് റെഡീം ചെയ്യുന്ന എമൗണ്ട്, പ്രോഫിറ്റിൽ നിന്ന് റെഡീം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ട്, അതിനോട് ഈക്വൽ ആയിട്ടുള്ള എമൗണ്ട് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. 50,000 രൂപയാണ് നമ്മൾ റിസർവ് ഫണ്ട് നിന്ന് എടുക്കുന്നത്. സോ റിസർവ് ഫണ്ട്, കാരണം ഇവിടെ റിസർവ് ആണ് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. റിസർവ് ഫണ്ട് അക്കൗണ്ട് അപ് ടു CRR അക്കൗണ്ട് 50,000 നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ പുതിയ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാണ്. 20 രൂപ ഫേസ് വാല്യൂ ഉള്ള പുതിയ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എത്ര ഇക്വിറ്റി ഷെയർ ആണ്? 2,500 ഷെയർ. ഓക്കെ, അപ്പൊ 20 രൂപ ഫേസ് വാല്യൂ ഉള്ള 2,500 ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ് ജേർണൽ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തു, കമ്പനിക്ക് ക്യാഷ് കിട്ടി 50,000. ഓക്കെ, ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനുള്ള എമൗണ്ട് ഡ്യൂ ആകുമ്പോൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 1,00,000 അവർക്കുള്ള എമൗണ്ട് പേ ചെയ്യുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക് 1,00,000. ഓക്കെ, അപ്പൊ ഇത്രയും ജേർണൽ എൻട്രീസ് ആണ് ഈ ഒരു കേസിനകത്ത് വരുന്നത്.